എല്ലാ തരത്തിലുമുള്ള ഭയങ്ങളിൽ നിന്നും നിവൃത്തി വരാനുള്ള വഴി വലിയൊരു കുടുംബത്തിന്റെ നാഥനാണ് ഭഗവാൻ, അല്ലെ? സുഖം സ്വപുര്യാം നിവസൻ ദ്വാരകായാം ശ്രിയപ്പതി സർവസമ്പൽ സമൃദ്ധായാം ജുഷ്ടായാം വൃഷ്ണിപുങ്കവൈ. ഗംഭീരമായിട്ടുള്ള ആ ദ്വാരകയില് വലിയൊരു കുടുംബത്തിന്റെ നാഥനായിട്ട് ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്. സർവസമ്പൽ സമൃദ്ധിയോടുകൂടിയാണ്. എത്രയാ അവിടെയുള്ള ജനങ്ങളുടെ സംഖ്യ എന്ന് പറയാൻ പറ്റില്ല. സംഖ്യാനാം യാദവാനാം കഹ്കരിഷ്യതി മഹാത്മന എന്നാ ചോദിക്കുന്നത്. ഈ മഹാത്മാക്കളായിട്ടുള്ള യാദവന്മാരുടെ എണ്ണം എടുക്കാൻ ആർക്ക് സാധിക്കും? ഒരു കണക്ക് പോലും ഇല്ല. പിന്നെ ഒരു കണക്ക് വേണമെങ്കിൽ പറയാം. എന്താ, അവിടെ പേറോൾ എടുത്ത് നോക്കിയാൽ ഭഗവാന്റെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടി മാത്രം 3 കോടി സഹസ്രാണാം അഷ്ടാശീതി ശതാനി ജ ആസൻ യദുകുലാചാര്യ 3,85,00,000 ചിലവാനും അധ്യാപകർ മാത്രം ഉണ്ടായിരുന്നു എന്നൊരു കണക്ക് കിട്ടാണ്ടത്രേ. എന്നാലോ ഇത്ര വലിയൊരു കുടുംബത്തിൽ അല്പായുസുകളായിട്ട്, അല്പവീര്യന്മാരായിട്ട്, അല്പസൗന്ദര്യമുള്ളവരായിട്ട് ഒരാളും ഇല്ല. എല്ലാവരും ബുദ്ധിമാന്മാരും വീര്യവാന്മാരും ധൈര്യമുള്ളവരും ഗംഭീരന്മാരുമായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ വലിയൊരു കുടുംബത്തോടു കൂടി ഭഗവാൻ അവിടെ വസിക്കുകയാണ്. 16,000 ചിലവാനം ഭാര്യമാര്, അവരിലൊക്കെ 10 പുത്രന്മാരും ഒരു പുത്രിയും. ഇങ്ങനെ വലിയൊരു കുടുംബം ഭഗവാനുണ്ട്. ഈ ഭാര്യമാർക്കൊക്കെ 100 ദാസിമാരെ വെച്ച് ഭഗവാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വലിയ പണിയൊന്നുമില്ല. 100 പേർക്ക് എന്താ ഒരു വീട്ടില് പണിയെന്ന് സംശയം തോന്നാം, അല്ലേ? വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ആദ്യത്തെ ദാസിയുടെ ജോലി എന്താ? രാവിലെ വരിക, രുക്മിണി നീക്കൂ വിളിച്ചെണീപ്പിക്കുക, അത്രേ ഉണ്ടാവുള്ളൂ. അടുത്ത ആൾക്ക് എന്താ? കാപ്പി കൊണ്ട് കൊടുക്കുക, അത്രേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവൾ ഒപ്പിട്ട് അവൾ. ഇങ്ങനെയൊക്കെ ആവാം. എന്തായാലും ഒരാൾക്ക് മാത്രം 100 ദാസിമാരുണ്ട് അത്രേ. അതുകൊണ്ട് എന്താ, ഈ ഭഗവത് പത്നിമാർക്ക് വലിയ പണിയൊന്നുമില്ല. ഈ പണിയൊന്നുമില്ലെങ്കിൽ പിന്നെ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അതോ 24 മണിക്കൂർ അവരുടെ മനസ്സിൽ ഭഗവാൻ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. കാലത്ത് എണീക്കുമ്പോൾ തന്നെ അവര് കോഴികളെ ശപിച്ചും കൊണ്ടാണ് എണീക്കുന്നത്. നമ്മൾ നേരത്തെ ദശമത്തിൽ കേട്ടു, അല്ലേ? കുക്കുടാൻ കൂജതോ ശപൻ എന്നാ പറഞ്ഞത്. രാവിലെ കോഴി കൂവുന്ന സമയത്ത് ഭഗവാൻ എണീറ്റ് പോകത്രേ. ഭഗവാൻ എണീറ്റ് അദ്ദേഹത്തിന്റെ ധ്യാനം ഒക്കെ ആയിട്ട് അങ്ങനെ പ്രവൃത്തികൾക്ക് വേണ്ടി പോകും. അതോടുകൂടി ഈ സ്ത്രീകള് എണീക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? കോഴികളെ പ്രാകും. കാരണം ഇവര് കൂവുന്നത് കൊണ്ടാണല്ലോ ഭഗവാൻ എണീക്കുന്നത്. കോഴികളോടുള്ള വിരോധം കൊണ്ടല്ല, പകരം ഭഗവാൻ എണീറ്റ് പോകുന്നതിലുള്ള വിഷമം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് അവർ തുടങ്ങുക. ഓരോ ദിവസവും തുടങ്ങുക. ഭഗവാൻ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ ഇവരെന്ത് ചെയ്യും? കോഴികളെ പ്രാഗിക്കൊണ്ട് തുടങ്ങും. കുക്കുടാൻ കൂജദോശപൻ. എന്നിട്ടോ അത് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവര് അവിടെ ഇരുന്ന് കൊണ്ട് ഇങ്ങനെ ഭഗവാനെ സ്മരിക്കുകയാണ് ചെയ്യുക. ഓരോ സന്ദർഭത്തിലും ആകാശത്തൊരു മേഘത്തെ കണ്ടാൽ ഉടനെ മേഘത്തിനോട് ചോദിക്കുക, മേഘശ്രീമൻ ത്വമസി ദൈതോ യാദവേന്ദ്രസ്യ നൂനം. അല്ലേ മേഘമേ, നീ ആ കാർമേഘവർണ്ണന്റെ കൂട്ടുകാരനല്ലേ? നിങ്ങൾ 2 ആളും ഒരേ നിറമുള്ളവരാ. അപ്പൊ നീയെ അവന്റെ കൂട്ടുകാരൻ തന്നെയാണ്. വരൂ, കുറച്ചു നേരം ഭഗവത് കഥകളെ പറയൂ. ഒരു ഹംസം അതുവഴി പറന്നു പോകുന്നത് കണ്ടാൽ ഹംസസ്വാഗതമാസ്യതാം പിബപയോ ബ്രൂഹ്യംഗ ശൗരേ കഥാം. അല്ലേ ഹംസമേ, ഇവിടെ വന്നിരുന്ന് ഞങ്ങളുടെ പ്രാണനാഥനായ കൃഷ്ണന്റെ കഥകളെ പറഞ്ഞു തരൂ എന്നിങ്ങനെ എന്തിലും ഭഗവാനെ കാണുന്നതായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് എത്തിച്ചേർന്നു. ഇതീദൃശേന ഭാവേന മാധവ്യോ ലേഭിരേ പരമാം ഗതിം. ഈ ഒരു ഭാവം, നിരന്തരമായിട്ടുള്ള കൃഷ്ണഭാവം കൊണ്ട് ആ മാധവിമാര്, ഭഗവാന്റെ ഭക്തിമാരും പരമമായ ഗതിയെ പ്രാപിച്ചു എന്നുള്ളതാണ്. ഇനിയുള്ള ജന്മങ്ങളിലും ഭഗവത് പാദ ഭക്തി മാത്രം, ഭഗവത് പാദ സേവിക്കാനുള്ള ഒരു ഭാഗ്യം മാത്രം ഞങ്ങൾക്ക് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ആ ഭഗവത് പത്നിമാരെയും നമുക്കവിടെ കാണിച്ചു തന്നു. ഇങ്ങനെ വലിയൊരു കുടുംബത്തിന്റെ നാഥനായിരുന്ന ഭഗവാൻ അവസാനം എന്ത് ചെയ്തു? തൻ്റെ ആ ഒരു കുടുംബത്തിനുള്ളിൽ ഉണ്ടായ ഒരു കലിയെ കൊണ്ട് തന്നെ ആ വംശത്തെ നശിപ്പിച്ച് അവസാനം തൻ്റെ പരമഭക്തനായിരിക്കുന്ന ആ ഉദ്ധവന് ആത്മോപദേശത്തെ ചെയ്തു കൊടുത്തുകൊണ്ട് അവസാനം സ്വധാമത്തെ പ്രാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് 90 അധ്യായങ്ങളെ കൊണ്ട് ദശമസ്കന്ധത്തെ അവിടെ സമർപ്പിച്ചു. എന്താ ദശമസ്കന്ധത്തിന്റെ ലക്ഷണം പറഞ്ഞത്? നിരോധം എന്നുള്ളതാണ്. ചിത്തവൃത്തി നിരോധം, മനസ്സിന്റെ വൃത്തികളെ തടയുക. മനസ്സിങ്ങനെ പല വിഷയങ്ങളിലേക്ക് എപ്പോഴും ഓടിപ്പോയിക്കൊണ്ടേയിരിക്കും. പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റാതെ വരുന്ന സമയത്ത് എന്താ ചെയ്യുക? ഈ മനസ്സിനെ രസകരമായ വിഷയങ്ങളിലേക്ക് വഴിതിരിച്ചു വിടണം. സബ്ലിമേഷൻ എന്ന് പറയും. വഴിതിരിച്ചു വിടാൻ സാധിക്കണം. അപ്പോൾ ഈ പല വിഷയങ്ങളും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രാരബ്ധങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്ന മനസ്സിനെ പിടിച്ചുകൊണ്ടെന്ന്
മധുരമധുരങ്ങളായിട്ടുള്ള ഭഗവാന്റെ ലീലകളിലേക്ക് ഉറപ്പിച്ചു നിർത്തിയാൽ ക്രമേണ മനസ്സിന് ആ ഭഗവത് കഥകൾ കേൾക്കുന്ന സമയത്ത് ഒരു ആനന്ദം, ആ ഭഗവാനിലേക്ക് മനസ്സ് ഉറയ്ക്കാനുള്ള ഒരു വ്യഗ്രത ഇതിങ്ങനെ ഉണ്ടാവും. അങ്ങനെ ക്രമേണ മനസ്സ് ഭഗവാനിലേക്ക് ഉറച്ചു കഴിഞ്ഞാൽ പിന്നീടാണ് ധ്യാനം, അതുപോലെ തന്നെ ഭഗവാന്റെ രൂപത്തെ നിരന്തരമായിട്ട് ധ്യാനിച്ച് ആ മംഗളം എന്നുള്ള അവസ്ഥയിലേക്ക് അഷ്ടാംഗയോഗത്തിൽ പറയുന്നത് പോലെ എത്താനുള്ള സാധനങ്ങളെ സ്വീകരിക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ക്രമം. അപ്പോൾ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കാനുള്ള വഴികളെല്ലാം ചിത്തവൃത്തി നിരോധം എന്നുള്ള ലക്ഷണത്തോടു കൂടിയ ദശമസ്കന്ധത്തില് 90 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞു. ആ മധുരമോഹനങ്ങളായിട്ടുള്ള ഭഗവാന്റെ കഥകളിലേക്ക് മനസ്സുറച്ചു കഴിഞ്ഞാൽ പരിപക്വമായ മനസ്സിലേക്ക് ഇനി തത്വോപദേശം ചെയ്യാൻ ആരംഭിക്കുകയാണ്. അതാണ് ഏകാദശ സ്കന്ധത്തിൽ നമ്മൾ കേൾക്കണം. ഇനിയുള്ള ഏകാദശ സ്കന്ധത്തിലെ അധ്യായങ്ങളിൽ മോക്ഷം എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടാണ് പറയാൻ ആരംഭിക്കുന്നത്. മുക്തി എന്താണ്? മുക്തി ഹിത്വ അന്യഥാരൂപം സ്വസ്വരൂപേണം വ്യവസ്ഥിതി. അന്യഥാരൂപങ്ങളെയൊക്കെ വിട്ട്, മറ്റ് വിഷയങ്ങളെയൊക്കെ വിട്ട് നമ്മുടെ സ്വസ്വരൂപത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. ഞാൻ എന്ത് സ്വരൂപം? എന്താണ് എൻ്റെ സ്വരൂപം? ആത്മസ്വരൂപമാണ് ഞാൻ ആരാണ്? ആത്മചൈതന്യമാണ്, ഈശ്വര സ്വരൂപമാണ്. ആ ഈശ്വര സ്വരൂപമാണ് ഞാനെന്ന് പുറമേക്കല്ല, ഉള്ളുകൊണ്ട് തിരിച്ചറിഞ്ഞ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സമാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ മുക്താവസ്ഥയിലേക്ക് പരീക്ഷത്തിനെ എത്തിക്കാൻ വേണ്ടി പരിപക്വമായ പരീക്ഷത്തിന്റെ മനസ്സിലേക്ക് ഭഗവാൻ ശ്രീശുക ബ്രഹ്മർഷി ജ്ഞാനോപദേശം ചെയ്യുന്നതായിട്ടുള്ള രംഗങ്ങളെയാണ് 11ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കുക. തൻ്റെ അവതാരോദ്ദേശമൊക്കെ പൂർത്തിയാക്കി ഭഗവാൻ ദ്വാരകയിൽ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആലോചിച്ചു. മറ്റുള്ളവരുടെയൊക്കെ കണ്ണിൽ ഭൂമിയുടെ ഭാരം തീർന്നു, പക്ഷെ ഭഗവാന്റെ കണ്ണിൽ അങ്ങനെയല്ല. ഭഗവാൻ നോക്കുന്ന സമയത്ത് ഭൂമിക്ക് ഇനിയും വലിയൊരു ഭാരമുണ്ട്. എന്താ? ഏത് ആളുകളെ ഉപയോഗിച്ചിട്ടാണോ താൻ ഈ ഭൂമിയുടെ ഭാരത്തെ തീർത്തത്, ദുര്യോധനാദികളാകുന്ന ദുഷ്ടരാജാക്കന്മാരെയൊക്കെ തീർത്തത്, ആ യാദവ വംശം തന്നെ ഇനി ഭൂമിക്കൊരു ഭാരമായിട്ട് മാറും. കണ്ടകം കണ്ടകേനൈവ ദ്വയം ചാപി ഈശിതു സമം എന്ന് പറയും. മുള്ളിനെ മുള്ളുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എടുത്ത മുള്ളും എടുക്കാനുള്ള ഉപയോഗിച്ച മുള്ളും നമ്മൾ ഉപേക്ഷിക്കും, അല്ലേ? അല്ലാതെ എടുക്കാൻ ഉപയോഗിച്ച മുള്ളും സൂക്ഷിച്ചു വെക്കുക. ഇനി എന്തെങ്കിലും ഒരു കാലത്ത് കാലിൽ മുള്ളു കൊള്ളുമ്പോൾ അത് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് സൂക്ഷിക്കൊന്നുമില്ല, രണ്ടും ഉപേക്ഷിക്കും. യാദവ വംശത്തിന്റെ ഉള്ളിലുണ്ടാവുന്ന അഗ്നി കൊണ്ട് മാത്രമേ യാദവ വംശത്തെ ദഹിപ്പിക്കാനാവൂ. അത് അങ്ങനെ ഭവിക്കട്ടെ എന്ന് ഭഗവാൻ തീരുമാനിച്ചു. കുറെ കാലം കഴിഞ്ഞ് ഒരിക്കലും ഭഗവാനെ കാണാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നതായിട്ടുള്ള മഹർഷിമാര് വിശ്വാമിത്രൻ, അസിതൻ, കണ്വൻ, ദുർവാസാവ്, ഭൃഗു, അങ്കിരസ്, കശ്യപൻ, വാമദേവൻ തുടങ്ങിയതായിട്ടുള്ള മഹർഷിമാരാണ്. അവര് പിണ്ടാരകം എന്ന് പറയുന്നതായിട്ടുള്ള തീർത്ഥക്ഷേത്രത്തിലേക്ക്, ദ്വാരകയുടെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പിണ്ടാരകം. ആ പിണ്ടാരക ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന സമയത്ത് അവിടെ എത്തിച്ചേർന്ന ഭഗവാന്റെ കുട്ടികളെല്ലാവരും കൂടി ഒരു തമാശ കാണിച്ചു. എന്താണോ? ഭഗവാന്റെ പുത്രനായിട്ടുള്ള സാമ്പനെ, ജാമ്പവതി പുത്രനായിട്ടുള്ള സാമ്പനെ ഒരു ഗർഭിണിയുടെ വേഷമൊക്കെ കെട്ടിച്ച് ഈ മഹർഷിമാരുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് അവരോട് ചോദിച്ചു, ഇവള് പ്രസവിക്കാൻ തുടങ്ങുകയാണ്. ഈ പ്രസവിക്കാൻ തുടങ്ങുന്ന ഇവൾക്കൊരു ഒരു സംശയമുണ്ട്. അത് മഹാത്മാക്കളായ നിങ്ങൾ തീർത്തു കൊടുക്കണം. അവർക്ക് ചോദിക്കാൻ മടിയായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ചോദിക്കുന്നത്. അവൾ എന്തിനെ പ്രസവിക്കും എന്നാ ചോദിച്ചത്. കിംസിൽ ജനയിഷ്യതി എന്ന് ചോദിച്ചു. മഹർഷിമാരിൽ ആരെങ്കിലും മലയാളികൾ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും എടുത്തപടി അവർ ഉത്തരം പറഞ്ഞെന്താ? ഒലക്ക പ്രസവിക്കും എന്നാണ്. എന്ത് പ്രസവിക്കും? ഒലക്ക പ്രസവിക്കും. അതുകൊണ്ട് നിങ്ങൾ നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് മഹർഷിമാർ അവിടുന്ന് പോയി. ഇവര് ചിരിച്ചും കൊണ്ട് വയറിൽ കെട്ടിവെച്ചിരുന്ന തുണിയൊക്കെ എടുത്തു നോക്കി. അതോടുകൂടി ചിരിയൊക്കെ മാഞ്ഞു. അവിടെ എന്താ ഉണ്ടായിരുന്നത്? ഒരു ഇരുമ്പോലൊക്കെ ഇങ്ങനെ കാണാണ്ട്. അതോടുകൂടി പരിഭ്രമായി. എന്താ വേണ്ടത്? ഇതിപ്പോ ആരോടാ ചെന്ന് പറയാൻ പറ്റുക? മറ്റുള്ളവരോട് പറഞ്ഞാൽ എല്ലാവരും പഴിക്കും. ഭഗവാന്റെ അടുത്ത് ചെന്ന് പറയാൻ പറ്റില്ല. ഇവര് ഉഗ്രസേനന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് ഈ വിഷയം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇതെന്തായാലും രാഗി പൊടിച്ച് സമുദ്രത്തിൽ കളഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഇരുമ്പൊലക്ക രാഗി പൊടിച്ച് ആ പൊടികളെ സമുദ്രത്തിലേക്ക് കളഞ്ഞു. അവസാനം വന്നൊരു ഇരുമ്പിന്റെ കഷ്ണം അത് സമുദ്രത്തിൽ അവര് കളയുകയും ചെയ്തു. സമുദ്രത്തിൽ വീണതായ ആ ഇരുമ്പ് തരികള് അവിടെ അടിച്ച് കരയ്ക്ക് കയറി ഏരകപ്പുല്ലുകളായിട്ട് വളർന്നു. ആ ഇരുമ്പിന്റെ കഷ്ണമോ അതിനെ ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തെ ഒരു മീൻപിടുത്തക്കാരൻ പിടിച്ചുകൊണ്ടുപോയി. അതിന്റെ വയറ് കീറിയപ്പോൾ അയാൾക്ക് അത് കിട്ടി. അത് അയാളുടെ കൂട്ടുകാരനായിട്ടുള്ള ഒരു കാട്ടാളിന് കൊടുത്തു. അയാളുടെ അമ്പിന്റെ ആ മൊന ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു കഷണം ഉപയോഗിച്ചു. ഇങ്ങനെ യാദവ വംശത്തിന്റെ നാശത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തയ്യാറായി എന്ന് പറയുകയാണ്.
എന്നാലോ ഭഗവാൻ ജ്ഞാത സർവാർത്ഥ ഈശ്വരോപി തത് അന്യഥാ കർത്തും നൈച്ഛൽ കാലരൂപ്യന്വമോദത. ഭഗവാൻ ജ്ഞാത സർവാർത്ഥ, ഇതൊക്കെ അറിയണ ആളാ ഭഗവാൻ. സത്യസങ്കല്പനായിട്ടുള്ള ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. പക്ഷെ ഈശ്വരോപി, ഈശ്വരനാണെങ്കിൽ കൂടി, എന്താ ഈശ്വരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം? കർത്തും അകർത്തും അന്യഥാകർത്തും ശക്യ ഈശ്വര. ഒരു കാര്യം ചെയ്യാനും അത് ചെയ്യാതിരിക്കാനും അതിനെ വേറൊരു തരത്തിൽ മാറ്റിമറിക്കാനും കഴിവുള്ളവനാരോ അവനാണ് ഈശ്വരൻ. അപ്പൊ ഈശ്വരനാണെങ്കിൽ കൂടി, ഈശ്വരോപി എന്നാ പറഞ്ഞു, ഈശ്വരനാണെങ്കിൽ കൂടി തത് അന്യഥാകർത്തും നയിച്ചൽ, അതിനെ മാറ്റിമറിക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചില്ല. കാലരൂപ്യന്വമോദത, കാലസ്വരൂപിയായിരിക്കുന്നതും ആര് തന്നെയാ? ഭഗവാനാ. ഏത് ഭഗവാനാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നത്, ഏതൊരു ഭഗവാനാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ ഭഗവാൻ തന്നെയാണ്. എത്ര സന്തോഷത്തോടു കൂടിയാണോ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്, എത്ര സന്തോഷത്തോടു കൂടിയാണോ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ സന്തോഷത്തോടു കൂടി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ കാലസ്വരൂപിയായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അന്തപുരുഷരൂപേണ കാലരൂപേണയോ ബഹി എന്ന് ഭാഗവത്തിൽ തന്നെ പറയുന്നത് കേൾക്കാം. നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ ആ ആത്മചൈതന്യത്തിന് നമ്മൾ പുരുഷൻ എന്ന് പറയും, പുറത്തേക്ക് വരുമ്പോൾ കാലസ്വരൂപം. എല്ലാത്തിനെയും മാറ്റിമറിച്ചുകൊണ്ട്, എല്ലാത്തിനെയും അനുനിമിഷം വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന കാലസ്വരൂപം അത് ആര് തന്നെയാ? ഭഗവാൻ തന്നെയാണ്. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ സമയത്ത് വ്യാസഭഗവാൻ ഗാന്ധാരിക്ക് ദിവ്യചക്ഷുസ് നൽകി. എന്തിനാ? ഈ യുദ്ധം കാണാൻ. അതുവരെ അവരെന്ത് ചെയ്തു? അതുവരെ കണ്ണ് കെട്ടിവെച്ച് നടന്നു. പാതിവ്രത്യത്തിന്റെ പേരും പറഞ്ഞ് എന്ത് ചെയ്തു? കണ്ണ് കെട്ടിവെച്ച് നടന്നു. അങ്ങനെയാണോ ഒരമ്മ ചെയ്യേണ്ടത്? ആണോ? ഭർത്താവിനോ കാഴ്ചയില്ല, എന്നാൽ താനെങ്കിലും വേണം തൻ്റെ മക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ എന്ന് വിചാരിച്ച് മക്കളെ നേർവഴിക്ക് നടത്തേണ്ട അവര് അവസാനം എന്ത് ചെയ്തു? കണ്ണ് കെട്ടിവെച്ച് നടന്നിട്ട് 100 മക്കളും മരിച്ചു വീഴുന്നതായിട്ടുള്ള കാഴ്ച കാണേണ്ടി വന്നു. എങ്ങനെയാ കാണാൻ സാധിച്ചത്? അപ്പോഴും കണ്ണഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. വ്യാസഭഗവാൻ ദിവ്യചക്ഷുസ് കൊടുത്തു, കാണാൻ സാധിക്കട്ടെ എന്നൊരു അനുഗ്രഹം കൊടുത്തു. അങ്ങനെ ഈ ഗാന്ധാരി ആ മഹാഭാരത യുദ്ധം നടന്ന ആ രംഗത്തൂടെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് തൻ്റെ മക്കൾ ഓരോരുത്തരും വീണ് കിടന്ന സ്ഥലമൊക്കെ എത്തി. അതൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്താണ് ദുര്യോധനൻ വീണത്, അതുപോലെ തന്നെ ദുശാസനൻ വീണ് കിടന്നത്. ഇങ്ങനെ ഓരോ മക്കളും 100 മക്കളുണ്ടായി. ആ 100 മക്കളും മരിച്ചുപോയി. വല്യച്ഛനെ പിണ്ണം വയ്ക്കാൻ ഒരു മകൻ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ധൃതരാഷ്ട്രർക്ക് ഒരു ദാസീപുത്രിയില് ഉണ്ടായ യുയുത്സു എന്ന് പറയുന്ന ഒരു മകനെ മാത്രമേ പാണ്ഡവർ ബാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ പേര് മരിച്ചു. അപ്പൊ ഈ മക്കളൊക്കെ മരിച്ചു വീണതായ യുദ്ധഭൂമിയിലൂടെ നടന്ന ആ ഗാന്ധാരി അവസാനം ആ അഭിമന്യു വീണതായിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേർന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള ആ മാതൃഹൃദയം പൊട്ടി ആ വിലാപം പുറത്തേക്ക് വന്നു. പക്ഷെ അത് പുറത്തേക്ക് വന്നപ്പോഴേക്കും അത് കോപമായിട്ട് മാറി, അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യമായിട്ട് മാറി. ഈ ദേഷ്യം മുഴുവൻ അവർക്ക് ആരോടാ തോന്നിയതെന്നോ? ഭഗവാനോടാ. ഹേ വാസുദേവ, നീ ഒരുത്തൻ കാരണമാണ് എൻ്റെ മക്കൾ മുഴുവൻ ഇങ്ങനെ നശിച്ചത്. ഈ വംശം തന്നെ നശിച്ചു പോയത് നീ ഒരുത്തൻ കാരണം. ഇവരെ നിമിത്തമാക്കിക്കൊണ്ട് നീ നിന്റെ ആവശ്യങ്ങൾ നേടിയെടുത്തു. നിന്റെ ആവശ്യമായിരുന്നു ഈ ലോകത്തെ ദുഷ്ടന്മാരെയൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നീ പാണ്ഡവരെയും കൗരവരെയും കരുവാക്കി നിന്റെ ലക്ഷ്യം നേടിയെടുത്തു. അതുകൊണ്ട് തന്നെ ഇന്നേക്ക് 36 സംവത്സരം തികയുന്നതിന് മുമ്പായിട്ട് നീയും നിന്റെ കുടുംബവും ഇതുപോലെ നശിക്കും എന്നൊരു ശാപം അങ്ങോട്ട് കൊടുത്തു. ആ സമയത്ത് ഭഗവാൻ ഉറക്ക ചിരിച്ചു. ആ ചിരി കേട്ടപ്പോഴേക്കും പെട്ടെന്ന് ഗാന്ധാരി ആ ഒരു ഭ്രമത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആലോചിച്ചു, എന്താ ഭഗവാൻ ചിരിച്ചതിന്റെ കാരണം? ചിരിക്കാൻ വേറെ കാര്യമൊന്നുമില്ല. കാരണം തൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്ന വാക്കുകൾ പോലും കൃഷ്ണന്റെ നിശ്ചയമാണ്. 36 സംവത്സരത്തിനുള്ളിൽ യാദവ വംശം അടിച്ച് നശിക്കണം എന്നുള്ളതും ഭഗവാന്റെ നിശ്ചയം. നമ്മൾ സഹസ്രനാമത്തിൽ പറയും കരണം, കാരണം, കർത്ത, വികർത്ത. ഇതൊക്കെ ആര് തന്നെയാ? കരണമായിട്ടും കാരണമായിട്ടും കർത്താവായിട്ടും ചെയ്യുന്നവനായിട്ടും ചെയ്യാതെയും കാരണമായിട്ടും ഒക്കെ ഇരിക്കുന്നത് ആര് തന്നെയാ? ഭഗവാനാണ്. കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഒരു ചലനവും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായതോടുകൂടി അവർക്ക് താൻ ചെയ്തു പോയ തെറ്റ് മനസ്സിലായി. പക്ഷെ അതും ഈശ്വരന്റെ ഇച്ഛ തന്നെയാണ് എന്നുള്ളത് അവര് തിരിച്ചറിഞ്ഞു. നമ്മളും ഇത് തിരിച്ചറിയാം. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാന്റെ
ഇച്ഛയ്ക്കനുസരിച്ചാണ് നടക്കുന്നത്. അതിനെതിരായിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. ഒഴുക്കുള്ള വെള്ളത്തിൽ ചെന്നിട്ട് എതിരായിട്ട് നിൽക്കാനോ എതിരായിട്ട് നീന്താനോ ശ്രമിച്ചാൽ എന്താ ചെയ്യുക? തളർന്നു പോവുള്ളൂ. കാലം എന്ന് പറയുന്നത് സത്യമാണ്, ഭഗവാനാണ്. ആ കാലത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, ഇതിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് വരുന്നതായിട്ടുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ ധൈര്യപൂർവ്വം തരണം ചെയ്യാൻ ഭഗവാന്റെ കൈ പിടിച്ചുകൊണ്ട്, അല്ലെ ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി തരണം ചെയ്യാൻ, മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയാണ്. ഇങ്ങനെ ആ യാദവനാശത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാറായിട്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യാം കുരുദ്വഹ അവാൽസീൽ നാരദോ ഭീക്ഷ്ണം കൃഷ്ണോപാസനലാലസ. കൃഷ്ണോപാസനലാലസനായിരിക്കുന്ന ശ്രീനാരദ മഹർഷി ഭഗവാന്റെ കൈകൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യാം, ആ ദ്വാരകയില് ചില വാക്കുകളൊക്കെ എത്ര ഭംഗിയായിട്ടാ വ്യാസഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കൂ. കൃഷ്ണോപാസനയിൽ ഇത്രത്തോളം ആ താല്പര്യമുണ്ട് ആ നാരദ മഹർഷിക്ക് എന്ന് പറയാൻ ഇതിൽ പരം ഭംഗിയുള്ള ഒരു വാക്ക് വേറെ വെക്കാൻ പറ്റുമെന്ന് സംശയ. കൃഷ്ണോപാസനലാലസ, കൃഷ്ണോപാസനലാലസൻ എന്ന് പറഞ്ഞു. ആ കൃഷ്ണോപാസനയിൽ അത്യധികം തൽപരനായിരിക്കുന്ന ശ്രീനാരദ മഹർഷി ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ദ്വാരകയിൽ വരാറുണ്ട്. ദ്വാരകയിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് അവിടെ കുറച്ചു കാലം ഭഗവാന്റെ ഒപ്പം നിൽക്കൂത്രേ. അവിടെ മാത്രം ആ ശാപത്തിന് ഒന്നും പ്രസക്തിയില്ല. ദക്ഷന്റെ ഒരു ശാപം ഉണ്ടായിട്ടുണ്ട്, ഒരു സ്ഥലത്തും അധികം കാലം നിൽക്കാൻ പോകാതെ സാധിക്കാതെ വരട്ടെ എന്ന് നാരദ മഹർഷിക്ക്. ഭഗവാന്റെ അടുത്ത് മാത്രം ആ ശാപത്തിന് പ്രസക്തി ഇല്ല തോന്നുന്നുണ്ട്. അവാൽസിയിൽ നാരദോ ഭീഷണം എന്നാ പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് അങ്ങനെ നിൽക്കാറുണ്ട് അത്രേ ഭഗവാന്റെ അടുത്ത്. അങ്ങനെയുള്ള അദ്ദേഹം ഒരു ദിവസം അവിടുന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഭഗവാന്റെ അച്ഛനായിട്ടുള്ള വസുദേവർ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ നമസ്കരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലേ മഹാത്മാവേ, അവിടുത്തെ പോലെയുള്ള മഹാത്മാക്കളുടെ സന്ദർശനം എന്ന് പറയണത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടാണ്. ഭൂതാനാം ദേവചരിതം ദുഃഖായച സുഖായച. ദേവന്മാരെ ഉപാസിക്കുന്നത് കൊണ്ട് ആ ഉപാസകന്മാർക്ക് പലതരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവാം, ചിലപ്പോൾ ദുഃഖങ്ങളും ഉണ്ടാവും. ദേവന്മാർ സന്തോഷിച്ചാൽ അതുകൊണ്ട് സന്തോഷം ഉണ്ടാവും, ദേവന്മാർക്ക് വിരോധം ഉണ്ടായാൽ അല്ലെങ്കിൽ അവർക്കൊരു പരിഭവം തോന്നിയാൽ അതുകൊണ്ട് ദുഃഖം ഉണ്ടാവാം. എന്നാൽ സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അവരെ ഉപാസിച്ചാൽ അല്ലെ അവരുടെ പിന്നാലെ കൂടിയാൽ അതുകൊണ്ട് ശ്രേയസ്സല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. കാരണം തങ്ങളെ ഉപദ്രവിക്കുന്നവരെ പോലും അനുഗ്രഹിക്കുന്നവരാണ് ആര്? സജ്ജനങ്ങൾ എന്നാ പറയുന്നത്. സുഖായ ഏവ ഹി സാധൂനാം താദൃശാം അച്യുതാത്മനാം. അങ്ങേപോലെയുള്ള ഭഗവത് ഭക്തന്മാരെ ഉപാസിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ശ്രേയസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കാണുന്ന സമയത്ത് എന്താ ചോദിക്കേണ്ടത്? ആ ഭഗവത് ഭക്തന്മാരെ കാണുമ്പോൾ അവരോട് ചോദിക്കണം, ധർമാൻ ഭാഗവതാൻ, ഭാഗവത ധർമ്മങ്ങളെ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കണം എന്നാണ്. എന്തിനാ ഈ ഭാഗവത ധർമ്മങ്ങളെ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കേണ്ടത്? യാൻ ശ്രുത്വാ ശ്രദ്ധയാ മർത്യോ മുച്യതേ സർവതോഭയാൽ. ഏതൊന്നിനെയാണോ ശ്രദ്ധയോടുകൂടി കേട്ടാൽ ഒരു മനുഷ്യൻ എല്ലാ തരത്തിലുമുള്ള ഭയങ്ങളിൽ നിന്നും നിവൃത്തനായി തീരുന്നത് ആ ഭാഗവത ധർമ്മങ്ങളെ കേൾക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കണം എന്നാ പറഞ്ഞു. നോക്കൂ, ഈ മനുഷ്യൻ ജീവിതത്തിൽ എപ്പോഴും ഭയം കൊണ്ട് നടക്കുന്നവനാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ ഭയം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിലകൊള്ളുന്നു അല്ലെ. എപ്പോഴും ഭയമാണ് നമുക്ക്. ഭാവിയെക്കുറിച്ചുള്ള ഭയം, എനിക്ക് എന്ത് ഭയം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നു ഈ മരണത്തെ പറ്റിയുള്ള ഭയം തന്നെയാണ് അല്ലെ. നമ്മുടെ ഈ എല്ലാ ഭയത്തെയും അല്ലെങ്കിൽ ദുഃഖത്തെയും മൂന്നായിട്ടാണ് അധ്യാത്മശാസ്ത്രം തരംതിരിക്കണം. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നൊക്കെയാണ് അതിന് പേര്. എന്താണ് ആധിഭൗതികം എന്ന് പറയുന്നത്? ഭൂതങ്ങളിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ഭയത്തെയാണ് ആധിഭൗതികം എന്ന് പറയാം. ഭൂതം എന്നുള്ള വാക്കിനർത്ഥം ഭവിച്ചത് എന്നർത്ഥം. ഈ ലോകത്തുണ്ടായ വസ്തുക്കളെയൊക്കെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഭൂതങ്ങൾ എന്ന് കണക്കാക്കാം. ഇവിടെ ഭവിച്ച വസ്തുക്കൾ, അതിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ഭയം. ഉദാഹരണത്തിന് നമ്മൾ രാത്രി പോകുന്ന സമയത്ത് ടോർച്ച് കയ്യിൽ കരുതാറുണ്ട്. കാരണം എന്താ? എഴജന്തുക്കളെ നമുക്ക് ഭയമുണ്ട് അല്ലെ. പുറത്തേക്ക് പോകുന്ന സമയത്ത് വീട് പൂട്ടാറുണ്ട്, മറ്റുള്ള മനുഷ്യരെ നമുക്ക് ഭയമുണ്ട് അല്ലെ. ഇങ്ങനെ ലോകത്തുണ്ടായിട്ടുള്ള എന്തിനെയൊക്കെ നമ്മൾ ഭയക്കുന്നുണ്ടോ അതിനെയൊക്കെ ആധിഭൗതികം എന്നുള്ള ഗണത്തിൽ പെടുത്താൻ സാധിക്കും. രണ്ടാമത്തതാണ് ആധിദൈവികം. ഇനി ഇങ്ങനെ അല്ലാതെ പ്രകൃതിയുള്ള ചില ശക്തികളെ നമുക്ക് ഭയമുണ്ട് അല്ലെ. കാറ്റിനെ പേടിയുണ്ട്, അഗ്നിയെ പേടിയുണ്ട്, വെള്ളത്തെ പേടിയുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ഇതിനെയൊക്കെ നമ്മൾ പേടിച്ചേ മതിയാവുള്ളൂ. ഇങ്ങനെ ദൈവികമായ ശക്തികളെ നമ്മൾ പേടിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ആധിദൈവികം എന്നുള്ളത്. പിന്നെയുള്ളത് എന്താ? ആധ്യാത്മികം.
അവനവനെയും കുറേയൊക്കെ പേടിക്കണം അല്ലെ. അവനവന്റെ പ്രവൃത്തികൾ കൊണ്ട് അവനവന്റെ ചിന്തകളെ കൊണ്ടൊക്കെ നമുക്കുണ്ടാവുന്ന ദുഃഖങ്ങള് ഭയങ്ങളൊക്കെയാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. താപത്രയങ്ങൾ എന്നാണ് ഇതിന് ഒരുമിച്ച് പറയുന്ന പേര്. നമ്മൾ ഭാഗവത മാഹാത്മ്യത്തിൽ കേൾക്കും താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ഈ ഭയങ്ങളെല്ലാം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഈ താപത്രയങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഈ ഭയം കൂടാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഭയങ്ങളിൽ നിന്നും നിവൃത്തി വരാനുള്ള വഴി ഭാഗവത ധർമ്മങ്ങളെ കേൾക്കുകയാണ് എന്നിവിടെ ആര് പറയണു? ഈ വസുദേവര് തന്നെ നാരദ മഹർഷിയോട് പറയാ. അതുകൊണ്ട് ആ ഭാഗവത ധർമ്മങ്ങളെ അങ്ങ് എനിക്ക് പറഞ്ഞു തരണേ. ഞാൻ പണ്ട് ഭഗവാനെ ഉപാസിച്ചു, ഭഗവാനെ പൂജിച്ചു, ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് എന്താ? ഭഗവാൻ മകനായിട്ട് വരണേ എന്നൊരു പ്രാർത്ഥന എനിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അന്നൊന്നും എനിക്ക് മോക്ഷത്തെ പറ്റി ചോദിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു വിഷമം എനിക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് എനിക്ക് എല്ലാ തരത്തിലുള്ള ഭയങ്ങളിൽ നിന്നും നിവൃത്തി വരുത്താനായിക്കൊണ്ട് അങ്ങ് ഭാഗവത ധർമ്മങ്ങളെ പറഞ്ഞു തരണേ എന്ന് ആവശ്യപ്പെട്ട സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി ശ്രീനാരദ മഹർഷി പറയാൻ ആരംഭിച്ചു. അങ്ങയുടെ ബുദ്ധി നല്ല സ്ഥലത്ത് തന്നെയാണ്, വേണ്ട വിഷയത്തിൽ തന്നെയാണ് ചെന്ന് ഉറച്ചിരിക്കുന്നത്. ഏതായാലും അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ അവിടെ തന്റെ അറിവിൽ നിന്ന് പറഞ്ഞു തരാം എന്നല്ല കേട്ടോ നാരദ മഹർഷി പറയുന്നത്. ആർഷഭാണാം സംവാദം വിദേഹസ്യ മഹാത്മന. ആർഷഭന്മാർക്ക്, ആ ഋഷഭപുത്രന്മാർക്ക് വിദേഹനുമായിട്ട് നിമി മഹാരാജാവുമായിട്ടുണ്ടായ സംഭാഷണത്തെ പറഞ്ഞു തരാമെന്നാണ്. അല്പബുദ്ധികളായ നമ്മളൊക്കെ എന്തെങ്കിലും ഒന്ന് പറയാൻ തുടങ്ങിയാൽ അതൊക്കെ എനിക്കറിയാം കേട്ടോ, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? നമ്മുടെ അറിവായിട്ട് ഒരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യും. ഇവിടെ ശ്രീനാരദ മഹർഷി പോലും തനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയണത് എങ്ങനെയാ? പണ്ട് മഹർഷിമാര് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം എന്നുള്ള വിനയഭാവത്തോട് കൂടിയിട്ടാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ആ ഋഷഭദേവന്റെ പുത്രന്മാര് പറഞ്ഞതിനെ ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാൻ ആരംഭിക്കുകയാണ്. ഋഷഭദേവന് 100 പുത്രന്മാരുണ്ടായിരുന്നതിൽ 9 പേര് നവയോഗികൾ എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് പഞ്ചമസ്കന്ധത്തിൽ നമ്മൾ കേട്ടു. അവരുടെ പേര് കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്നിങ്ങനെയാണ്. അവര് മഹാഭാഗവതന്മാരാ. ഒരിക്കൽ നിമി മഹാരാജാവ് നടത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു സത്രത്തിലേക്ക് ഈ മഹർഷിമാർ എത്തിച്ചേർന്ന സമയത്ത് ഈ വിദേഹ രാജാവ് ആ 9 പേരെയും സ്വീകരിച്ച് അവിടെ ഇരുത്തി അവരോട് പറയുകയാണ്, ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര തത്രാവി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയ ദർശനം. മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏകദേശം 85 ലക്ഷം യോനികളിലൂടെ ജനിച്ച് മരിച്ചതിന് ശേഷമാണ് ഒരു മനുഷ്യജന്മം ലഭിക്കുന്നത് എന്നാണ് നമ്മുടെ അധ്യാത്മശാസ്ത്രം പറയുന്നത്. അപ്പോ അങ്ങനെയുള്ളൊരു മനുഷ്യജന്മം ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ജന്മത്തിൽ തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയ ദർശനം, ഭഗവത് ഭക്തന്മാരെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് അതിലും വലിയൊരു ബുദ്ധിമുട്ടാണ്, അതിലും വലിയ ദുർലഭമായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരമുണ്ടായാൽ, ഈ സജ്ജനങ്ങളുമായിട്ട് സംഘത്തിനൊരു അവസരമുണ്ടായാൽ അവരോട് എന്ത് ചെയ്യണം? ആത്യന്തികമായിട്ടുള്ള ക്ഷേമത്തിനുള്ള വഴി എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറയുന്നു. കാരണം സംസാരേസ്മിൻ ക്ഷണാർത്ഥോവി സത്സംഗശേവധിർനൃണാം. ഈ സംസാരത്തിൽ ഒരു ക്ഷണത്തിന്റെ പകുതി സമയമെങ്കിലും സത്സംഗം ചെയ്യാൻ സാധിച്ചാൽ അതിനെ നിധിയായിട്ട് കണക്കാക്കിക്കൊള്ളണം എന്നാണ് ആചാര്യന്മാരുടെ വാക്ക്. അതുകൊണ്ട് ധർമാൻ ഭാഗവതാൻ ബ്രൂത, അങ്ങ് ഭാഗവത ധർമ്മങ്ങളെ നിങ്ങൾ പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ് അവര് അദ്ദേഹത്തിന്റെ മുമ്പില് നമസ്കരിച്ച സമയത്ത് ആ നവയോഗികൾ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആരംഭിക്കണം. ആദ്യത്തെ ഉത്തരം പറയുന്നത് കവി എന്ന് പറയുന്ന യോഗീശ്വരനാണ്. എന്താണ് എല്ലാ തരത്തിലുള്ള ഭയങ്ങളിൽ നിന്നും മുക്തനാവാനുള്ള വഴി എന്നല്ലേ ചോദിച്ചത്? ഒറ്റ വഴിയുള്ളൂ, അച്യുതസ്യ പാദാംബുജോപാസനം. ഭഗവാന്റെ, അച്യുതൻ എന്ന് വെച്ചാൽ ചുതിയില്ലാത്തവനാ, ചുതിയില്ലാത്തവനായ ഭഗവാന്റെ, നമുക്കുണ്ടാവുന്ന ചുതിയിൽ നിന്ന് നമ്മളെ കൈപിടിച്ചുയർത്താൻ കഴിവുള്ളവനായ ഭഗവാന്റെ പാദാംബുജത്തെ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഭീയിൽ നിന്നും നിവർത്തിക്കുള്ള വഴി എന്ന് പറയുന്നത്, പേടിയിൽ നിന്ന് നിവർത്തിക്കുള്ള വഴി. ഭഗവാനെ ഉപാസിച്ച എന്താ വഴി? വിശ്വാത്മഭാവം കൈവരും. വിശ്വാത്മനാ എത്ര നിവർത്തതേ ഭീ. വിശ്വാത്മഭാവം കൊണ്ട് പേടിയിൽ നിന്ന് നിവർത്തി വരും എന്നാ പറഞ്ഞത്. എന്താണ് ഈ വിശ്വാത്മഭാവം? എന്താണ് വിശ്വാത്മഭാവം ഇല്ലെങ്കിലുള്ള കുഴപ്പം?
അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാത്മഭാവം എന്ന് വെച്ചാൽ അവനവന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആത്മചൈതന്യം തന്നെയാണ് ലോകത്തുള്ള സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നത് എന്ന് യഥാർത്ഥത്തിൽ അനുഭവം ഉണ്ടാവുക. അതാണ് വിശ്വാത്മഭാവം എന്ന് പറയുന്നത്. എല്ലാത്തിന്റെ ഉള്ളിലിരിക്കുന്ന എന്ത് തന്നെയാ? ഒരേ ഒരു ഈശ്വര ചൈതന്യ. പറഞ്ഞുകൊണ്ട് കാര്യമില്ല, പ്രവൃത്തിയിലും കൂടി അത് വേണം അല്ലെ? കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഈശ്വര സ്വരൂപമാണെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തണം. അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എൻ്റെ ഉള്ളിലുള്ളത് ഈശ്വര ചൈതന്യമാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. ആ ഈശ്വരൻ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നു എന്നുള്ളത് അനുഭവത്തിൽ വരണം. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാണ്. ഈ എന്താ നമുക്ക് പറ്റുന്ന കുഴപ്പമെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഓരോ ജീവനും ശരീരം സ്വീകരിച്ച് ഇവിടെ വരുന്നതോടുകൂടി ആ ഈശ്വരനാണ് ഞാനെന്നുള്ളത് മറന്ന് ഞാൻ വേറൊരു വ്യക്തി എന്നുള്ള ആ ഒരു വ്യക്തി അഹങ്കാരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അതിനെയാണ് എഴുത്തച്ഛൻ പറഞ്ഞത്, ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽബദമിണ്ടാവതല്ല മമ. ഒന്നായ ഭഗവാൻ, കാണുന്നതൊക്കെ ഈശ്വര സ്വരൂപ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനെ വിട്ടിട്ട് നമ്മൾ വിചാരിക്കണു അത് വേറെ ഇത് വേറെ, ഞാൻ വേറെ, ഈ കാണുന്ന സകല ചരാചരങ്ങളും എന്നിൽ നിന്നും ഭിന്നമായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ രണ്ടെന്നുള്ള ചിന്ത വന്നത് കൊണ്ട്, അതാണ് ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടത് കൊണ്ടുണ്ടായ ഇണ്ടലാണിത്. ഭയം ദ്വിതീയ അഭിനിവേശതസ്യാൽ ഈശാദ് അവേദസ്യ വിപര്യോ സ്മൃതി. അസ്മൃതിയാണ്, മായയാണ്. ഞാൻ ഈശ്വരനാണെന്നുള്ളതും ഈ കാണുന്ന ചരാചരങ്ങളും ഈശ്വരന്റെ അംശങ്ങളാണെന്നുമുള്ള സത്യത്തെ വിട്ടിട്ട് മായ എന്ത് ചെയ്യാണ്? നമ്മുടെ ഉള്ളിൽ കുറേ വിക്ഷേപങ്ങൾ ചെയ്യാം. മായയ്ക്ക് രണ്ട് ശക്തികളുണ്ട്, വിക്ഷേപം എന്നും ആവരണം എന്നുമാണ് അതിന്റെ പേര്. വിക്ഷേപ ശക്തി കൊണ്ട് മായ ഇല്ലാത്ത കാഴ്ചകളെയൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കും. ആവരണ ശക്തി കൊണ്ട് എന്ത് ചെയ്യും? ഉള്ള സത്യത്തെ മറയ്ക്കും. ഉള്ള സത്യം എന്താ? ഞാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു അണുവാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഭഗവത് സ്വരൂപമാണ്. അങ്ങനെ ഇരിക്കെ ഞാനും ആ ഭഗവത് സ്വരൂപം തന്നെയാണെന്നുള്ളതാണ് സത്യം. ആ സത്യത്തെ ആവരണം ചെയ്തിട്ട് ഇല്ലാത്തതൊക്കെ അങ്ങനെ കാണിക്കും. അങ്ങനെ കാണിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഭ്രമങ്ങൾ നമ്മുടെ ഉള്ളിൽ വരിക. ഞാൻ ഈ ശരീരമാണെന്നുള്ളൊരു ഭ്രമം, പിന്നീട് ഞാൻ പുരുഷനാണെന്നുള്ള ഭ്രമം, പിന്നെ ഞാൻ ഇന്ന നാമത്തോടു കൂടിയവനാണ്, ഇന്ന യോഗ്യതകളുള്ളവനാണ്, എൻ്റെ ചുറ്റിനുമുള്ള ആളുകളൊക്കെ ഇന്ന തരത്തിലുള്ളവനാണ്. ഓരോരുത്തരെയും വേർതിരിക്കണോ, ധനമുള്ളവൻ ധനമില്ലാത്തവൻ, സമ്പത്തുള്ളവൻ സമ്പത്തില്ലാത്തവൻ, വിദ്യാഭ്യാസമുള്ളവൻ വിദ്യാഭ്യാസമില്ലാത്തവൻ, കുലത്തിൽ ഉയർന്നവൻ കുലത്തിൽ താഴ്ന്നവൻ, ഇങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാ ഭേദഭാവങ്ങളും വരുത്തി എന്തൊക്കെയോ ഭ്രമത്തിന്റെ പുറത്ത് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വിട്ടുകളഞ്ഞ് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആത്മസ്വരൂപമാണെന്നുള്ള സത്യം തിരിച്ചറിയും. ആ ആത്മാവ് മാത്രമാണ് ഈ പ്രപഞ്ചത്തിലുള്ള ചരാചരങ്ങളിൽ മുഴുവൻ കുടികൊള്ളുന്നതെന്ന് തിരിച്ചറിഞ്ഞാലോ പിന്നെ അഭേദഭാവം വരും. ഭേദഭാവങ്ങളൊന്നുമില്ല. ഇവിടെ കാണുന്നതൊക്കെ ഈശ്വര സ്വരൂപ. ആർക്കെങ്കിലും ആരോടെങ്കിലും ദേഷ്യം പ്രകടിപ്പിക്കേണ്ടി വരുമോ? ഇല്ല, ഒക്കെ ഈശ്വര സ്വരൂപമാണ്. ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഈശ്വരന്റെ പൂജകളാണ് എന്നുള്ള രീതിയിൽ ഓരോരുത്തരും കർമ്മം ചെയ്യാൻ തുടങ്ങിയാൽ അവിടെയും പ്രശ്നങ്ങൾക്ക് ഒരു സ്ഥാനമില്ല. ഇങ്ങനെ എല്ലാത്തിലും ഈശ്വരനെ കാണുന്ന ആ ഒരു ഉന്നതമായ ഭാവത്തെയാണ് വിശ്വാത്മഭാവം എന്ന് പറയുന്നത്. ആ വിശ്വാത്മഭാവം കൊണ്ടല്ലാതെ ഈ വിഷമങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഒരു വഴിയില്ല, ഭയത്തിൽ നിന്ന് മുക്തി നേടാൻ ഒരു വഴിയില്ല എന്ന് പറഞ്ഞു. അതിലേക്ക് എത്താൻ എന്താ വഴി? ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേ ജന്മാനി കർമാണി ജയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേദസംഗ. ഭഗവാന്റെ മധുരമധുരങ്ങളായിട്ടുള്ള കഥകളെ, സുഭദ്രങ്ങളായിട്ടുള്ള കഥകളെ കേട്ടുകൊണ്ട് ഭഗവാന്റെ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഈശ്വര സ്വരൂപമാണെന്നുള്ളൊരു ബോധ്യം വരും. ആ ഈശ്വര സ്വരൂപമാണെന്നുള്ള ബോധ്യം വന്നാൽ തന്നെ സകല ഭേദഭാവങ്ങളും തീർന്ന് എല്ലാത്തിനോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പ്രേമത്തോടെയും കൂടി ഇടപെടാൻ ഓരോ മനുഷ്യനും സാധിക്കും. നോക്കൂ, നമ്മുടെ ഒക്കെ മനസ്സിൽ എത്രയെത്ര ഭേദഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഈ ഭേദഭാവങ്ങളൊക്കെ എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? ഇല്ല. കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു യാത്രയിൽ തമ്മിൽ കണ്ടുമുട്ടുന്നവരെ പോലെ കുറച്ചു കാലം അങ്ങനെ കണ്ടുമുട്ടി അത് കഴിഞ്ഞ് യാത്ര പറഞ്ഞ് പിരിയാനുള്ളവരാ. ആ ചെറിയൊരു യാത്രയുടെ ഇടയിൽ എത്ര തരത്തിലുള്ള ഭേദഭാവങ്ങളും ഉച്ചനീചത്വങ്ങളും ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് ആലോചിക്കണം. ഇതിനൊക്കെ എന്ത് അടിസ്ഥാനമാണുള്ളത്? എല്ലാവരുടെയും ശരീരം ഒരുപോലെ തന്നെയല്ലേ? ഇതിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപോലെ തന്നെയല്ലേ? ഇതിൻ്റെ ഉള്ളിലുള്ള ഘടകങ്ങൾ ഒരുപോലെ തന്നെയല്ലേ?
ഈ ഭേദഭാവങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇനി മനുഷ്യനും മൃഗവും പക്ഷിയും ഒക്കെ ഒരേ ജീവൻ തന്നെയല്ലേ, ഒരേപോലെ തന്നെയല്ലേ ഇതൊക്കെ ഈ ലോകത്തിന്റെ അവകാശികളായിട്ട് ഈ പ്രകൃതിയിൽ വന്നിരിക്കുന്നത്. നമുക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്നുമില്ല. നമ്മളും അവരെ പോലെ തന്നെ ഈ ഭൂമിയിൽ എല്ലാവരും ഒരുമിച്ച് ഒരു കിളിക്കൂടിലെ കിളിക്കുഞ്ഞുങ്ങളെ പോലെ കഴിയണം എന്നാണ് വേദം പറയുക. കൃഷ്ണയജുർവേദത്തിൽ ഒരു ചെറിയ ഒരു വാചകം കേൾക്കാം, എത്ര വിശ്വം ഭവത്യേക നീടം എന്ന്. ഈ വിശ്വം തന്നെ ഒരു ചെറിയ കിളിക്കൂടും, ആ കിളിക്കൂട്ടിലെ കിളികളെ പോലെ നമ്മളെല്ലാവരും പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സാഹോദര്യത്തോടെയും വർത്തിക്കണം എന്നാണ് ആചാര്യന്മാർ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഭക്തിയോടുകൂടി ഭഗവാനെ ഉപാസിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് വിശ്വാത്മഭാവം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഭാഗവതന്മാര് ഏതൊക്കെ രീതിയിലുള്ളത്, ഭാഗവത ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം. അതിന്റെ ഉത്തരം ഹരി എന്ന് പറയുന്ന ഒരു യോഗീശ്വരനാ പറയണത്. എന്താ പറയണത്? ഭക്തന്മാരെ തന്നെ മൂന്നായിട്ട് തരംതിരിക്കും. ഒന്ന് പ്രാകൃത ഭക്തൻ, രണ്ട് മധ്യമ ഭക്തൻ, മൂന്നാമത്തെ ഉത്തമ ഭക്തൻ. ഈ എല്ലാത്തിനെയും ഗുണങ്ങൾക്കനുസരിച്ച് ഉത്തമം, മധ്യമം, അധമം എന്ന് നമ്മൾ പറയാറുണ്ട്. ഭക്തിയെ നമ്മൾ ഒരിക്കലും അധമം എന്ന് പറയില്ല. കാരണം ഭക്തി ഏത് തലത്തിലായാലും അതിനെ അധമം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ പ്രാകൃതം എന്നേ പറയുള്ളൂ. ഇനി ആരാണ് പ്രാകൃത ഭക്തൻ? പ്രാകൃത ഭക്തന്റെ ലക്ഷണങ്ങൾ ഇവിടെ പറയാ. ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് നാളെ മറ്റുള്ളവരെ നിരൂപണം ചെയ്യാൻ നിൽക്കരുത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇത് എന്തിനാ പറയണത്? ആത്മവിമർശനത്തിന് വേണ്ടിയിട്ടാ. ഞാൻ ഏത് തലത്തിൽ നിൽക്കുന്നു എന്ന് സ്വയമേ വിമർശിക്കാൻ വേണ്ടിയിട്ടാ. അധ്യാത്മവിദ്യ ഒക്കെ അങ്ങനെ തന്നെയാ കേട്ടോ. അധ്യാത്മവിദ്യ കൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ലോകത്തെ നന്നാക്കാനോ ലോകത്തെ മാറ്റിമറിക്കാനോ ഒന്നും പറ്റില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള? അധ്യാത്മം എന്ന് പറഞ്ഞാൽ തന്നെ അവനവനെ സംബന്ധിക്കുന്നതാണ്. ആത്മശബ്ദത്തിന് അവനവനെ സംബന്ധിക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ അധ്യാത്മവിദ്യ കൊണ്ട് അവനവന് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മറ്റുള്ളവരെ വിലയിരുത്താനോ വിമർശിക്കാനോ നിരൂപണം ചെയ്യാനോ അല്ല, ആത്മവിമർശനത്തിനുള്ളതാണ്. ആദ്യത്തേത് ആ പ്രാകൃത ഭക്തന്റെ ലക്ഷണമാണ്. അർച്ചായാമേവ ഹരയേ പൂജാം യശ്രദ്ധയേ ഹതേ നതൽ ഭക്തേഷു ജാന്യേഷു സഭക്ത പ്രാകൃത സ്മൃത. അർച്ചായാമേവ, ഭഗവാന്റെ അർച്ചനാബിംബങ്ങളിൽ മാത്രം ഈശ്വരനെ കാണുന്ന ആളുകൾ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെയോ നേടിയെടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയോ സമ്മാനങ്ങൾ കിട്ടും, ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഭഗവാൻ എന്തെങ്കിലും കൊടുത്തു തിരിച്ച് എന്തെങ്കിലുമൊക്കെ സൗജന്യങ്ങൾ വാങ്ങാനായിട്ട് നിൽക്കുന്ന ഭക്തിയുടെ ആദ്യത്തെ തലത്തിന് പറയുന്ന പേരാണ് പ്രാകൃത ഭക്തി എന്ന് പറയുന്നത്. അവർക്ക് മറ്റുള്ളവരെ ഒന്നും ഈശ്വര സ്വരൂപികളായിട്ട് കാണാൻ സാധിക്കില്ല. അത് മോശം എന്ന് പറയുന്നില്ല. ഭക്തിയുടെ ആദ്യത്തെ തലം അങ്ങനെയാ. 1ഉം 2ഉം ക്ലാസ്സും കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ 10ഉം 12ഉം ഡിഗ്രി ഒക്കെ എടുക്കണത് എന്ന് പറഞ്ഞതുപോലെ ഓരോ തലത്തിലൂടെ കടന്നു പോവാണ്. അപ്പോൾ ആദ്യത്തെ ഒരു തലം കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്തു? അടുത്ത തലത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ തലത്തിൽ ഇത്തരത്തിലുള്ള ആ ഒരു ക്ഷേത്ര സന്ദർശനങ്ങളിലും മറ്റ് സത്സംഗങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നിടത്തോളം എന്ത് ചെയ്യും? കുറച്ചുകൂടി ആശയങ്ങളൊക്കെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് തോന്നും, എന്താണ്, ഇങ്ങനെയൊന്നും അല്ല, ഈ വിഗ്രഹങ്ങളിൽ മാത്രമല്ല ഭഗവാൻ ഉള്ളത്, ഭഗവാൻ സർവ്വചരാചരങ്ങളിലുണ്ട്. അപ്പോഴും ചില ഭേദഭാവങ്ങളൊക്കെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. എന്താ? ഈശ്വരേഷു ചില ആളുകളോട് സ്നേഹം, ചില ആളുകളോട് ദേഷ്യം. അതാണ് ഭഗവത് ഭക്തി ഇല്ലാത്തവരെ കാണുമ്പോൾ അവരോടൊരു കൃപ, തീരെ ഭഗവാനെ നിന്ദിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവരോടൊരു വിദ്വേഷം, ഭഗവത് ഭക്തന്മാരെ കാണുമ്പോൾ അവരോടൊരു മമത, അവരോടൊരു സൗഹൃദം. ഇങ്ങനെയൊക്കെയുള്ള ഭേദഭാവങ്ങൾ ഉള്ളിലുണ്ട്. എന്നാലോ ഈശ്വരനാണ് എല്ലാത്തിലും എന്നുള്ളത് ഒരു സാക്ഷാത്കരിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതാണ് ആ ഒരു മധ്യമഭക്തി എന്ന് പറയുന്നത്. ഇനി ഉത്തമ ഭക്തന്റെ ലക്ഷണം എന്താ? എല്ലാ ഭൂതങ്ങളിലും ഈശ്വരനാണ്. സർവഭൂതേഷു എപ്പശ്യേൽ ഭഗവത് ഭാവം ആത്മന ഭൂതാനി ഭഗവതി ആത്മനി യേശ ഭാഗവതോത്തമ. എല്ലാ ഭൂതങ്ങളിലും ഈശ്വരനെ കാണുന്ന ആൾക്കാര് യാതൊരു ഭേദബുദ്ധിയുമില്ലാതെ, അത് ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കൊണ്ടോ വിദ്യാഭ്യാസ യോഗ്യതകളെ കൊണ്ടോ ഇതുകൊണ്ടൊന്നും യാതൊരു ഭേദഭാവവും കൽപ്പിക്കാതെ എല്ലാത്തിനെയും ഈശ്വര സ്വരൂപികളായിട്ട് കാണുന്ന, മനസ്സിൽ കാമ്യകർമ്മങ്ങളുടെ ഒരു മുള പോലും ഇല്ലാത്ത വന്ദ്യന്മാരായിട്ടുള്ള ആ സജ്ജനങ്ങളുണ്ടല്ലോ, അവരുമായിട്ട് നമുക്ക് സംഘം ഉണ്ടാവണം. കാരണം സംഘദോഷഹരാഹിതേ, നമുക്ക് എന്തെങ്കിലും സംഘദോഷങ്ങൾ, അറ്റാച്ച്മെന്റ്സ് കൊണ്ട് മമതാബന്ധങ്ങളൊക്കെ ഉണ്ടാവുന്ന ദുഃഖങ്ങളെ കൂടി തീർക്കാൻ കഴിവുള്ള ആ സജ്ജനങ്ങളുമായിട്ട് സംഘമുണ്ടാവണം എന്ന് രണ്ടാമത്തെ യോഗീശ്വരനായിട്ടുള്ള ആ ഹരി എന്ന് പറയുന്ന ആള് പറഞ്ഞു കൊടുക്കണം, ആ മഹർഷീശ്വരൻ പറഞ്ഞു കൊടുക്കണം.
അപ്പോൾ എല്ലാത്തിലും ഈശ്വരനെ കാണുക എന്നുള്ള ആ വിശ്വാത്മഭാവത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് രണ്ടാമത്തെ യോഗീശ്വരനും മറുപടി പറയണത്. തുടർന്ന് മായ എന്താണ്, ഈശ്വരന്റെ അവതാരങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, കർമാകർമ്മ വികർമ്മങ്ങളെ പറ്റി ഒക്കെ ഇവർ ചോദ്യങ്ങൾ ചോദിക്കണു. ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ഇവിടെ നവയോഗികൾ പറഞ്ഞു കൊടുക്കണു. ആ നവയോഗികൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഉത്തരങ്ങളെയൊക്കെ കേട്ട് ആ നിമി മഹാരാജാവ് ഭഗവത് ഭക്തിയോടുകൂടി തൻ്റെ തുടർന്നുള്ള ആ ജീവിതം ഭഗവത് ഉപാസനയോടുകൂടി ചെയ്ത് ഭഗവത് പാദത്തിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യണം. ഇങ്ങനെ ആ ഭഗവത് ഭക്തനായിട്ടുള്ള നിമിയും നവയോഗിയും തമ്മിലുള്ള സംവാദത്തെ ആ ശ്രീനാരദ മഹർഷി വാസുദേവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോ ഭഗവത് ഭക്തന്മാരുമായിട്ട് സംഘം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്.